അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പിർസത്തെ സത്യവിശ്വാസിങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, പലപ്പോഴും പല ആൾമാരും കേൾക്കുന്നതായ ഒരു വിഷയ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ എന്തൈത്തിക്കർ നേർച്ച ചൊന്നത്തും ഏതെല്ലാം രൂപത്തിൽ നേർച്ച ചൊന്നത് അനുവദനീയമാവൂ, അതേപോലെ നേർച്ച ആക്കിയിട്ട് അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതുക്കുള്ളിൽ പ്രായശ്ചിത്ത എന്തിരെ ചൊന്നത്തും മനസ്സിലാക്കുള്ളിൽ ഒരു സന്ദർഭം കൂടി എത്തിക്കർ. ഇത് നേർച്ച ചൊന്നിട്ടായെങ്കിൽ ഇസ്ലാമിൽ പുണ്യകർമ്മമായിട്ട് പഠിപ്പാട്ടിയതായ അഥവാ ഒരു അമൽ സ്വാലിഹാത്തായിട്ട് പഠിപ്പാട്ടിയതായ നിർബന്ധമല്ലാത്തതായ ഒരു വിഷയത്തിലെത്തിക്കർ നേർച്ച ആക്കരുത്. അഥവാ ഫർലായ കാര്യത്തെ നേർച്ച ആക്കുകയില്ല. ഇണ്ടിനാണ് 5 വക്ത് നിസ്കരിക്കരെ ചൊന്നത്തു ഒരാൾക്ക് നേർച്ച ആക്കുകയില്ല. കാരണം ആ ഫർള് അത് നിർബന്ധമായിത്തിക്കരുത്. അത് അയാൾ നേർച്ച ആക്കിയെങ്കും ആക്കിയില്ലെങ്കും ആ 5 വക്ത് നിസ്കരിക്കണം. അപ്പോൾ ഫർളായ കാര്യത്തിൽ എന്തില്ല, നേർച്ച ചൊന്നതില്ല. ബദലായിട്ട് സുന്നത്തായിട്ടുള്ളതായ അല്ലെങ്കിൽ സത്കർമ്മമായിട്ട് പഠിപ്പാട്ടിയതായ ഒരു വിഷയത്തെത്തിക്കർ നേർച്ച ആക്കണായത്. അതേ സന്ദർഭത്തിൽ ആ നേർച്ച ആക്കലോട് കൂടിയിട്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി തീരും. അത് അയാൾ ആക്കില്ലെങ്കിൽ അയാൾക്കത് ശിക്ഷയുണ്ട്. അത് ആക്കിയിട്ടായെങ്കിൽ അത് ഫർളിരെ കൂലി എത്തിക്കർ ആ വ്യക്തിക്ക് കിട്ടുക പോകേണ്ടത്. അത് അള്ളാഹുരെ വജ്ഹ് ആഗ്രഹിച്ചിട്ട് അള്ളാഹുരെ മുട്ടത്തുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ട് വേണം നേർച്ച ആക്കണായത്. ഇനി ഉടനെ മനസ്സിലാക്കണായത് ഖുർആനും സുന്നത്തും എടുത്തിട്ട് നോക്കിയിട്ടായെങ്കിൽ എവിടും നിങ്ങൾ നേർച്ച ആക്കുറു ചൊന്നത്തു പഠിപ്പാട്ടിയത് നിങ്ങൾക്ക് കാണുക സാധ്യമേ ഇല്ല. ബദലായിട്ട് യൂഫൂന ബിൻ നദർ അങ്ങ ആക്കിയതായ നേർച്ച അങ്ങ് പൂർത്തിയാക്കാറ് ചൊന്നത്തിക്കർ ഖുർആൻ പഠിപ്പാട്ടിയത്. അപ്പോൾ ഒർത്ത നേർച്ച ആക്കിയിട്ടായെങ്കിൽ ഒരാൾ നേർച്ച ആക്കിയിട്ടായെങ്കിൽ അതെന്താക്കണം, അത് പൂർത്തിയാക്കണം. അതിൽ പിന്നെ ആക്കിയതായ നേർച്ചയിൽ പിന്നെ എന്താക്കൂ തീര അയാൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് ചൊന്നത്തു അത് വിട്ടുപൊടുകു തീരാ ചൊന്നതെത്തിക്കർ. അപ്പം നേർച്ച ആക്കൃത് ചെന്നത് ഒരു പ്രോത്സാഹനീയമായ ഒരു വിഷയമല്ല. ആയെങ്കിൽ നേർച്ച ആക്കിയിട്ടുണ്ടായെങ്കിൽ അത് പൂർത്തിയാക്കുക ഇസ്ലാം പഠിപ്പാട്ടിയത്. അപ്പോൾ നിർബന്ധമല്ലാത്തതായ ഒരു വിഷയത്തെ സ്വന്തം നഫ്സുക്ക് വേണ്ടിയിട്ട് നിർബന്ധമാക്കരുത് എത്തിക്കർ നേർച്ച ചൊന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ഇത് പല രൂപത്തിലും എത്തിക്കർ. സാധാരണയായിട്ട് ഞങ്ങളെ രാജ്യത്തിലും ഞങ്ങളെ ചുറ്റുമുത്തലും എല്ലാം ഞങ്ങളെ കുടുംബത്തിലും എല്ലാം കാണേണ്ടത് പലപ്പോഴും കണ്ടീഷൻ വെച്ചിട്ടുള്ള നേർച്ച എത്തിക്കർ. നൻ്റെ സീക്ക് സുമാറായെങ്കിൽ ഞാൻ 10 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ നൻ്റെ മോള് ചന്തത്തിൽ പെത്തിട്ടായെങ്കിൽ നോർമൽ ഡെലിവറി ആയിട്ടുണ്ടായെങ്കിൽ ഇന്ന പള്ളിക്ക് ഇത്ര റുപ്യ ഞാൻ സ്വതക്ക കൊടുക്കുക, നൻ്റെ മോൻ്റെ ബിസിനസ് നല്ല ഉഷാറായിട്ടായെങ്കിൽ ഞാൻ ഇങ്ങനത്തതാക്കുക. ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടുള്ളതായ നേർച്ച ചൊന്നത് അത് ഉലമാക്കന്മാർ അത് ഹറാമു ചൊന്നത്തും കറാഹത്ത് ചൊന്നത്തും ഇതിക്കർ പഠിപ്പാട്ടിയത്. അഥവാ ഒരു പ്രോത്സാഹനീയമായ ഒരു വിഷയമല്ല, അല്ലെങ്കിൽ അത് അനുവദനീയമായ ഒരു വിഷയമല്ല. ഒരു കണ്ടീഷൻ വെച്ചിട്ട് അള്ളാഹുറെ അങ്ങ് നിർബന്ധമാക്കരുത് പോലെ എത്തിക്കരുത്. ഇത് ആക്കിയിട്ടായെങ്കിൽ ഞാൻ ഇതാക്കര, ഇങ്ങനെ ആയെങ്കിൽ ഞാൻ ഇതാക്കര ചൊന്നത് അത് ഒർക്കത്തുക്കും തീരാ ചൊന്നത് എത്തിക്കരുത്. അത് മാത്രമല്ല അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് ലാ തൻദിറു, നിങ്ങൾ നേർച്ച ആക്കണ്ട ചൊന്നത് എത്തിക്കരുത്. ഫ ഇന്ന നദറ ലാ യുഗ്നി അല്ലെങ്കിൽ ലാ യറുദ്ദു മിനൽ ഖദ്രി ഷൈഅ, ഖദറിൽ നിന്ന് ഒന്നുരെ പോലും ബദലാക്കില്ല ചൊന്നത് എത്തിക്കർ. നേർച്ച ചൊന്നത് ഖദർ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതായ ഖദർ അള്ളാഹുറെ തീരുമാനത്തിലൊരു ബദലാവണം കൊണ്ടില്ല. സീക്ക് സുമാറാവുക തീരാ ചൊന്നത് എത്തിക്കർ അള്ളാഹുറെ ഖദറിട്ടായെങ്കിൽ നേർച്ച കൊണ്ട് അതിനെ ബദലാക്കുക ആവില്ല ചൊന്നത് എത്തിക്കർ ഈ ചൊന്നതിന് ഉദ്ദേശം. അപ്പോൾ ഖദറിൽ എന്താവില്ല ഒരു ബദലാവണം കൊണ്ടില്ല. അതുകൊണ്ട് നീ നേർച്ച ആക്കണ്ട ചൊന്നത് എത്തിക്കർ. അതുകൊണ്ട് തെറ്റിക്കർ ഉലമാ പഠിപ്പാട്ടിയത് ഇങ്ങനെ കണ്ടീഷനിൽ വെച്ചിട്ടുള്ളതായ നേർച്ച ചൊന്നത് ഹറാമു ചൊന്നത് എത്തിക്കർ. യാരത്ത് ഉലമാ പഠിപ്പാട്ടിയത് ചില ഉലമാക്കന്മാർ അത് കറാഹത്ത് ചൊന്നത്ത് പഠിപ്പാട്ടിറാറ്. ഏതായെങ്കിലും അത് അത്ര അനുവദനീയമായ അല്ലെങ്കിൽ പ്രോത്സാഹനീയമായ ഒരു വിഷയമല്ല ചൊന്നത് എത്തിക്കർ. അപ്പോൾ ഇണ്ടത്തെ ആൾമാരെ നേർച്ചകളും നിങ്ങൾ എടുത്തിട്ട് നോക്കൂ. ഇങ്ങനെ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള നേർച്ച എത്തിക്കർ, ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കര, അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ആക്കര ചൊന്നത് അത് ഒർക്കത്തും ഇസ്ലാം പഠിപ്പാട്ടാത്തതായി തിക്കറി ചൊന്നത് ഞങ്ങൾ മനസ്സിലാക്കണായ വിഷയത്തിക്കർ. പല പാലക്കാർമാരും ഈ ഫുട്ബോൾ മാച്ചും അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൈമിലും ഈ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലക്ഷൻ പറമ്പത്ത് പോലും നേർച്ച വയ്ക്കരുത് കാണാൻ സാധിക്കരുത്. ഇന്ന ടീം വിന്നായെങ്കിൽ ഞാൻ ഇന്നതാക്കര ചൊന്നത്
അപ്പോൾ ഒർക്കത്തുക്കും ഇസ്ലാം എന്താക്കിയതില്ല പടിപ്പാട്ടിത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലാ തൻദിറു ചൊന്നത്തെ തിക്കർ പടിപ്പാട്ടിയത്. അത് മാത്രമല്ല ഖദറിൽ അള്ളാഹു നിശ്ചയിച്ചതായ ഖദറിൽ ഒന്നര പോലും ബദലാക്കൂ സാധിക്കാലെ ചൊന്നത് തിക്കർ നേർച്ച കൊണ്ടുത്തു. അത് മാത്രമല്ല എന്തിനെ പിന്നെ ഉണ്ടാവുന്നത് വയുസ്തഖ്റജു മിമ്മാലിൽ ബഖീൽ, ബഖീലായ ഒരു വ്യക്തിയെ മാൽ പുറത്ത് കൊമ്പണത് തിക്കർ സമ്പത്ത്. കാരണം പല്ലിക കേട്ടെങ്കിൽ സാധാരണ പല്ലിക മദ്രസത്തുക അല്ലെങ്കിൽ എത്തിമീങ്ങളെ സഹായിക്കുക മിസ്കീനിങ്ങളെ സഹായിക്കുക കേട്ടെങ്കിൽ കൊടുക്കാത്ത ഒരു വ്യക്തി നേർച്ചയുടെ പേരിൽ എന്താക്കി കൊടുക്കും. അപ്പോൾ നേർച്ച ചൊന്നവരുടെ പേരിൽ അല്ലെങ്കിൽ ഞാൻ നേർച്ച ആക്കിയ 10 ആൾക്ക് ഫുഡ് കൊടുക്കണം ചൊന്തു അല്ലെങ്കിൽ പല്ലിക്ക് ഇത്ര കൊടുക്കണം ചൊന്തു അങ്ങനെ കൊടുക്കുറുന്തല്ലാട്ട് അങ്ങനെ ഒരു ഫായ്ദ ഉണ്ടിട്ടല്ലാട്ട് യഥാർത്ഥത്തിൽ അള്ളാഹുര ഖദറിൽ ഒരു ബദലാവണം ഉണ്ടാവില്ല ചൊന്നത് എത്തിക്കുക. അപ്പോൾ അള്ളാഹുര തീരുമാനം എന്തുണ്ടാ അതേ നടക്കരുത്. ഈ നേർച്ച കൊണ്ടു അങ്ങനെ ഒരു ബദലാവണ ഉണ്ടാവില്ല ചൊന്നത് എത്തിക്കരുത്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷനുകൾ വെച്ചിട്ടുള്ള നേർച്ച ഇസ്ലാം പടിപ്പാട്ടിത്തില്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. ടോട്ടലി ആയിട്ട് മൊത്തത്തിൽ നേർച്ച ചൊന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത വിഷയത്തിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നേർച്ച ആക്കിത്ത് നൻ്റെ സീക്ക് സുമാറായെങ്കിൽ ഞാനൊരു 10 ആൾക്ക് ഫുഡ് കൊടുക്കുറേ അല്ലെങ്കിൽ പല്ലിക്ക് ഇത്ര റുപ്യ കൊടുക്കുറേ മദ്രസത്തിക്ക് ഇത്ര റുപ്യ കൊടുക്കുറേ ചൊന്നത്തെ നേർച്ച ആക്കി അയാൾ പൂർത്തിയാക്കണം വേണ്ടേ. അയാൾ ഖണ്ഡിതമായിട്ടും അത് പൂർത്തിയാക്കണം. അയാൾ സീക്ക് സുമാറായെങ്കും ഇല്ലെങ്കും അയാൾ എന്താക്കണം അത് പൂർത്തിയാക്കണം ചൊന്നത് എത്തിക്കരുത്. കാരണം ഖുർആൻ പടിപ്പാട്ടിയത് യുഫൂന ബിൻ നദർ അങ്ങനെ നേർച്ച എന്താക്കാറ് അങ്ങ് പൂർത്തിയാക്കാറ് ചൊന്നത്. അപ്പോൾ ഈ വിഷയം എന്താക്കണം കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം എത്തിക്കരുത്, ശ്രദ്ധിക്കണമായ വിഷയം എത്തിക്കരുത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയുള്ളതായ നിഅമത്ത് തന്ന അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ നേർച്ച ആക്കാമ ചൊന്നത് എത്തിക്കരുത്. ഖണ്ഡിതമായിട്ടും ആ നേർച്ച ആക്കരുത്, ഇസ്ലാം വിരോധിച്ചിട്ടില്ല എന്ന് എത്തിക്കരുത് മനസ്സിലാക്കൂല. ഇത് മാത്രമല്ല ഖുർആനിൽ 3 ആൾമാരെ നേർച്ചരെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് നെനപ്പാക്കി തന്ന. ഒന്ന് മറിയം ബീബിരെ എത്തിക്കര്, ഒന്ന് ഇമ്രാൻ മറിയം ബീബിരെ ഉമ്മരത് എത്തിക്കര്, എന്നൊന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിക്കര്. ഈ 3 നേർച്ചർ വിഷയം എടുത്തിട്ട് നോക്കിയെങ്കിൽ ഒർക്കത്തും കണ്ടീഷണൽ വെച്ചിട്ടുള്ള ഒരു നേർച്ചല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ആക്കരെന്തല്ല. ഇപ്പോൾ മറിയം ബീബിയുടെ ഉമ്മരെ നേർച്ച ചൊന്നപ്പോൾ ഇന്നി നെതർത്തുലി റഹ്മാനി അല്ലെങ്കിൽ ഞാൻ അള്ളാഹു നേർച്ചാക്കിയിട്ടുള്ളേ മാഫി ബത്തിനി മുഹററ നൻ്റെ ബൈത്തുള്ള കിടാവ് അള്ളാഹു മാർഗത്തിൽ നേർച്ചാക്കിയിട്ടുള്ളേ ചൊന്തത്തിക്കർ കിടാവ് ആയപ്പത്തിക്കർ അല്ലെങ്കിൽ കിടാവ് നീ തന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കരെന്തല്ല ചൊന്നത്, അല്ലെങ്കിൽ ആണ് കിടാവ് ആയെങ്കിൽ ഇങ്ങനെ ആക്കരെന്തല്ല, അല്ലെങ്കിൽ പെണ്ണ് കിടാവ് ആയെങ്കിൽ ഇങ്ങനെ ആക്കരെന്തല്ല. ബൈത്തിൽ കിടാവുണ്ട് ചൊന്ത് കൊന്തായപ്പോൾ ആ സന്ദർഭത്തിൽ ആ നിഅമത്തിന് ഭാഗമായിട്ട് നേർച്ച ആക്കിയത് കാണാൻ സാധിക്കും. ഈ ഇങ്ങനത്തെ ഉള്ള നേർച്ച ആക്കാ ചൊന്നതൈത്തിക്കർ അത് അനുവദനീയമായിത്തിക്കർ ചൊന്നതൈത്തിക്കർ ഉലമാ പടിപ്പാട്ടിയത്. ഈ നേർച്ച ഒരാൾ അങ്ങനെ തീരുമാനിച്ചിട്ട് ആക്കിയില്ലെങ്കിൽ അയാൾ പ്രായശ്ചിത്ത കൊടുക്കണോ ചൊന്നതൈത്തിക്കർ. ഇനി മൂന്നാമത്തെ ഒരു വിഷയം ഹറാമായത് എന്താക്കൂത്തീറ നേർച്ച ആക്കുകൂത്തീറ. ഏതുപോലെ ഫർലായ ഒരു വിഷയത്തെ നേർച്ച ഇല്ലാത്തതുപോലെ ഇപ്പോൾ 5 വക്ത് നിസ്കരിക്കരെ ചൊന്നത് അത് നേർച്ചാക്കുക ആവില്ല ചൊന്നത് എത്തിക്കർ. അതേപോലെ ഹറാമായത് ഉണ്ട് ജാവു ഞാൻ എന്താക്കരെ കല്ല് കുടിക്കരെ ചൊന്ത് നേർച്ചാക്കരുത്. അത് ഓർക്കത്തും നൗദുബില്ല അങ്ങനത്തെ ഓർക്കത്തും അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ചതിരെ ഓർക്കത്തും നേർച്ച ആക്കുക തീരാ ചൊന്നത് എത്തിക്കര്. അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ അയാൾ ആ ഹറാമായത് അല്ലെങ്കിൽ ആ കല്ല് കുടി ചൊന്നത് അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയതിരെ ആക്കുക തീരാ ചൊന്നത് എത്തിക്കർ മനസ്സിലാക്കുള്ളത്. ಏನೊരു വിഷയമില്ലത് അള്ളാഹു സുബ്ഹാനഹു തആല കൂലിക്ക് ഇട്ടിട്ട് ചൊന്നത്തു പടിപ്പാട്ടിയതായി സുന്നത്തായ അല്ലെങ്കിൽ പ്രതിഫലം ഉണ്ട് ചൊന്തു പടിപ്പാട്ടിയതായ ഒരു വിഷയത്തെ ഞാൻ ആക്കില്ല ചൊന്തു നേർച്ച ആക്കൂത്തീറ. ഏതുപോലെ ഇപ്പോൾ ഉണ്ട് സുബൈര പിന്നെ ഉള്ളതായ 2 സുബൈര മുന്നുള്ള 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കില്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ നാളിൽ ഒരു സുന്നത്തും ഞാൻ നിസ്കരിക്കില്ല ചൊന്തു ഒരാൾ നേർച്ചാക്കുക തീരാ ചൊന്നത് എത്തിക്കരുത്. അങ്ങനെ നേർച്ചാക്കിയെങ്കിൽ അയാൾ സുന്നത്ത് നിസ്കരിക്കാൻ ടിക്ക അയാൾ നേർച്ചാക്കിയതിരെ ഭാഗമായിട്ട് ആയെങ്ക ഓർക്കത്തും അങ്ങനെ നേർച്ചാക്കുക തീരാ ചൊന്നത് എത്തിക്കരുത്. ഇനി ഒരാൾ സുന്നത്ത് നിസ്കരിച്ചിട്ടായെങ്കിൽ നിസ്കരിക്കില്ല ചൊന്നത്തു അയാൾ നേർച്ചാക്കിയിട്ട് അതിരെ പിന്നെ അയാൾ നിസ്കരിച്ചിട്ടായെങ്കിൽ അയാൾ എന്താക്കണം അതിന് പ്രായശ്ചിത്ത കൊടുക്കണം. അതേപോലെ മനസ്സിലാക്കണായത് അള്ളാഹു അല്ലാത്തങ്ങളെ പേരിലും നേർച്ചാക്കുക തീരാ ചൊന്നത് എത്തിക്കരുത്. പലപ്പോഴും ഇതും ഉണ്ട് സമാജത്തിൽ യാറായിട്ട് കാണേണ്ടത് ഏതെങ്കിലും ഷെയ്ഖിൻ്റെ പേരില ബീബിയുടെ പേരില ഏതെങ്കിലും തങ്ങളെ പേരില ബദ്രീങ്ങളെ പേരില അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കന്മാരെ പേരില അല്ലെങ്കിൽ ഏതെങ്കിലും ഷുഹദാക്കന്മാരെ പേരില ഏതെങ്കിലും ദർഗത്തെ പേരില ഏതെങ്കിലും അങ്ങനെ ഉള്ളതിൻ്റെ പേരിൽ നേർച്ചാക്കരുത് കാണാൻ സാധിക്കരുത്. നൻ്റെ ഇങ്ങനെ എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് അതിൻ്റെ പേരിൽ ഞാൻ ഇത്ര നേർച്ചാക്കിയില്ല, ഇങ്ങനെ ദർഗത്തിക്ക് ഇത്ര ആർഡർ കൊടുത്തോണ്ടില്ല, ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആക്കിയോണ്ടില്ല, അല്ലെങ്കിൽ കണ്ടീഷനുകൾ വെച്ചിട്ടുള്ളതാ അല്ലാത്തതാ ഏതൊരു നേർച്ചാവട്ട് അള്ളാഹു അല്ലാത്തങ്ങൾക്ക്
ആക്കുകു തീരാ ചൊന്നതൈത്തിക്കര് ഇസ്ലാം പഠിപ്പാട്ടിയത് ನಾನು ಪಾಠ ചൊന്നതുപോലെ യാക്കൂബ് നബി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവട്ടെ അല്ലെങ്കിൽ മറിയം ബീബി ആവട്ടെ മറിയം ബീബിയുടെ ഉമ്മ ആവട്ടെ ഇങ്ങനെ നേർച്ച ഖുർആൻ പഠിപ്പാട്ടിയപ്പോൾ ഈ നേർച്ചെല്ലാം അങ്ങാക്കിയത് അള്ളാഹുര വജിഹ് ആഗ്രഹിച്ച് തൈത്തിക്കര് അള്ളാഹുര മുട്ടത്തുല്യതായ പ്രതിഫല ആഗ്രഹിച്ച് തൈത്തിക്കര് അങ്ങ് ആക്കിയത് വർക്കത്തും ഇപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമർ കുടുംബം ചൊന്നെങ്കിൽ 1000 അമ്പിയാക്കന്മാർ വന്നതായ കുടുംബം എത്തിക്കര് ആയങ്ക സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വർക്കത്തും അള്ളാഹു അല്ലാത്തങ്ങളെ മേരിൽ നേർച്ചയാക്കിയത് ഞങ്ങൾക്ക് കാണുക സാധിക്കില്ല ചൊന്നതൈത്തിക്കര് അപ്പോൾ അള്ളാഹു അല്ലാത്തങ്ങളെ പേരിൽ എന്താക്കൂ തീരാ നേർച്ച ആക്കൂ തീരാ ചൊന്നതൈത്തിക്കര് അപ്പോൾ ഈ ഒരാൾ ഈ നുപ്പാട്ട് ചൊന്നതുള്ള കാറ്റഗറിയിൽ ഒരാൾ നേർച്ച ആക്കിയിട്ട് ആ നേർച്ച പൂർത്തിയാക്കിയില്ലെങ്കിൽ നേർച്ച പൂർത്തിയാക്കണം ചൊന്നതൈത്തിക്കര് യൂഫു നബി നെതർ അങ്ങനെ നേർച്ച എന്താക്കുறாங்க പൂർത്തിയാക്കുறாங்க എത്തിക്കാറ് ചൊന്നതൈത്തിക്കര് ഇനി ഒരാൾ പൂർത്തിയാക്കില്ലേട്ടായെങ്കിൽ അതുകൊല്ലേ പ്രായശ്ചിത്ത് എന്തിരുന്നിട്ടായെങ്കിൽ ഒരു മധ്യമമായി തുല്യതായ ഒരു ആൾമാർ തിന്നരുത് പോലത്തതായ ഫുഡ് 10 മിസ്കീന്മാർക്ക് കൊടുക്കുന്നതൈത്തിക്കര് അതെല്ലാണ്ടായെങ്കിൽ 10 പാവത്തങ്ക് അങ്ക് ഡ്രസ്സ് കൊടുക്കുന്നതൈത്തിക്കര് ചൊന്നതൈത്തിക്കര് അതല്ലെങ്കിൽ അടിമര മോചനാക്കൃതൈത്തിക്കര് ഇതെങ്ങനെ ഈ കാലഘട്ടത്തിലത് പ്രസക്തി ഇല്ലാത്തതായ ഒരു വിഷയത്തിക്കര് അത് അല്ലെങ്കിൽ 3 നാൾ നോമ്പെടുക്കരുതൈത്തിക്കര് 3 നാൾ ഒട്ടിಗೆ എടുക്കണമെന്നില്ല വേറെ വേറെ എടുക്കാ ചൊന്നതൈത്തിക്കര് ഇത് സൂറത്തുൽ മാഇദത്തിൽ 89 ആയത്തിൽ ശപത്താക്കിയിട്ട് അള്ളാഹുര മേൽ ആണയിട്ടിട്ട് ഒരാൾ ആ ആണ ഇട്ടത് പൂർത്തിയാക്കില്ലേണ്ടായെങ്കിൽ ഉള്ളതായ പ്രായശ്ചിത്യം എത്തിക്കര് ഒരാൾ നേർച്ചയാക്കിയിട്ട് പൂർത്തിയാക്കിയില്ലെങ്കിലും ഉള്ളത് ചൊന്നതൈത്തിക്കര് ഇതിൽ നിന്നിറങ്ങ മനസ്സിലാക്കണായത് ഏതായെങ്കിലും മൊത്തത്തിൽ നേർച്ച ചൊന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതൈത്തിക്കര് അതൈത്തിക്കര് ഞാൻ നെനപ്പാക്കിയത് ഖുർആനും സുന്നത്തിലും എവിടും നേർച്ച ആക്കുറു ചൊന്നത്തുള്ളത് എവിടും ഞങ്ങൾക്ക് കാണുക സാധിക്കില്ല ബദലായിട്ട് ആക്കിയതായ നേർച്ചരെ അങ്ങ് പൂർത്തിയാക്കാറ് ചൊന്നതൈത്തിക്കര് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് ഏതായെങ്കിലും കണ്ടീഷണൽ വെച്ചിട്ടുള്ള നേർച്ച എത്തിക്കര് ഇന്നത്തെ യാറത്തെ ആൾമാരെ ഒരു പൽക്കത്തിലും അങ്ങനെ പ്രവർത്തിയിലും കാണ്ടത് എൻ്റെ സീക്ക് സുമാറായെങ്കിൽ എൻ്റെ മോണ്ട് വിസ സമായെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല ഒരു പൊതു കിട്ടിയിട്ടായെങ്കിൽ എൻ്റെ മോണ് പാസ്സായെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കര അങ്ങനെ ആക്കര അതാക്കര ഇതാക്കര ചൊന്നത്ത് ചൊല്ലത് വർക്കത്തും അങ്ങനത്തത് ഇസ്ലാം എന്താക്കിയിട്ടില്ല അനുവദനീയമാക്കിയിട്ടില്ല അത് ഹറാമു ചൊന്തൈത്തിക്കര് യാറത്തെ ഉലമ പഠിപ്പാട്ടിയത് കാരണം അള്ളാഹു റസൂൽ പഠിപ്പാട്ടിയത് ലാ തന്ദിറു നിങ്ങൾ നേർച്ചാക്കണ്ട ഫ ഇന്ന നെതിറ ലാ യഖ്ദിറു അല്ലേണ്ടായെങ്കിൽ ലാ യുഗ്നി മിനൽ ഖദരി ഷൈഅ അള്ളാഹുര ഖദറിൽ നിന്ന് അത് ബദലാക്കില്ല ചൊന്നതൈത്തിക്കര് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചതായ രൂപത്തിലെത്തിക്കണു ഞങ്ങളെ നേർച്ച ആക്കണായത് അള്ളാഹു നിഷിദ്ധമാക്കിയതിൻ്റെ വിഷയത്തിൽ ഒർക്കത്തും നേർച്ച ആക്കി തിന്നെങ്കും അത് പൂർത്തിയാക്കുക തീരാ ചൊന്നതൈത്തിക്കര് ഇസ്ലാം പഠിപ്പാട്ടിത്തുള്ളത് അതുകൊണ്ട് നേർച്ചരെ ഇത്തരത്തിലുള്ളതായ വിഷയം കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനായത് ഏതായെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതായ ഖദർ അത് ബദലാക്കുക ദുആ കൊണ്ടിട്ട് മാത്രമേ തിക്കര് സാധിക്കര് ചൊന്നത്തു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് അപ്പോൾ ആ ദുആ തിക്കര് അത്യന്ത അമൂല്യമായി തുല്യത് ഒർക്കത്തും ഇങ്ങനെ കണ്ടീഷണൽ വെച്ചിട്ടുള്ളേ ഒരു നേർച്ച ചൊന്നത് അത് അള്ളാഹുറെ ഞങ്ങൾ നിർബന്ധിപ്പിക്കരുത് സമാവറു അത് മാത്രമല്ല ഈ നല്ല കർമ്മ അല്ലെങ്കിൽ സ്വാലിഹായിത്തുള്ള ഈ അമലാക്കറണ്ടായെങ്കിൽ നീ ഇങ്ങനെ ആക്കിയെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കരെ ചൊന്നത് എത്തിക്കര് അങ്ങനെ ഒരു മനസ്സിലൊരു വിശ്വാസം എത്തിക്കര് ഉണ്ടാവരുത് അത് മാത്രമല്ല ഒരു ജാഹിലിയ സംസ്കാരം എത്തിക്കര് എന്നെന്നിട്ടായെങ്കിൽ നേർച്ച വെച്ചെത്ത് ഏതെങ്കിലും ഒരു വിഷ നേടിയെടുക്കുക ആവുറേ ചൊന്നത് അത് മാത്രമല്ല ആഖിറത്തിലെ പ്രതിഫല ഉദ്ദേശിച്ചിട്ട് ആക്കണായത് ദുന്യവിയായിട്ട് എന്തെങ്കിലും ലാഭം നേടിയെടുക്കുക വേണ്ടിയിട്ട് ആകൃതിക്ക് സമാനം എത്തിക്കര് അങ്ങനെ പല കാരണങ്ങൾ എത്തിക്കര് ഈ വിഷയത്തിൽ ഉലമാക്കന്മാർ പഠിപ്പാട്ടിയത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള വിഷയം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ ഞങ്ങൾ ചെയ്യിക്കുകയോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം റഹ്മാനായ റബ്ബ് അതുപോലെ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.